എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോക്കനട്ട് റൈസ് ആണ്. ഇത് നല്ലൊരു വെറൈറ്റി റൈസ് ആണ്. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ വൈറ്റ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സോണാ മസൂരി റൈസും കൊണ്ട് വെച്ചിട്ടുള്ള റൈസാണ്. അത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചോറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നോടെ ഒന്ന് ഒട്ടാതെ ഇരിക്കണം, കട്ടയൊന്നും പിടിക്കാണ്ട് ഒരുപാട് കുഴഞ്ഞു പോകാതെയൊക്കെ വേവിച്ചെടുക്കുക. സോണാ മസൂരി ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് കൊണ്ടുള്ള ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരകി വെച്ചിരിക്കുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുന്നതായിരിക്കും ഈ കോക്കനട്ട് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ വേണ്ടത് കുറച്ച് താളിക്കുന്ന ഐറ്റംസ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് തീർന്നു പോയി, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ 2 വറ്റൽമുളക് നടുവേ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനൊരു കടായി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. കുറച്ച് വലിപ്പമുള്ള കടായി എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ റൈസൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോക്കനട്ട് റൈസിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ്, തേങ്ങയൊക്കെ ഇടുന്നത് കൊണ്ടേ. അപ്പം വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും ചിലർ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ നോർമലി യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് വെച്ചിട്ട് തന്നെ ഈ ഒരു റൈസും ചെയ്തെടുക്കാം. പക്ഷേ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ചുമന്ന് വരുന്ന പോലെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് ചുമന്ന് വരണം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല റെഡ് കളർ ആകുമ്പം നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുകയാണെങ്കിൽ ഈ കോക്കനട്ട് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമ്മൾ വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മണമൊക്കെ കിട്ടും, നല്ല ഫ്ലേവർ ആയിരിക്കും. ഈ കോക്കനട്ട് റൈസൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. നല്ല ആ തേങ്ങയൊക്കെ ചോറുമായിട്ട് മിക്സായി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ. ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല ഈ ഒരു റൈസിന്. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഞാനിത് സെർവ് ചെയ്യുന്നത് നമ്മുടെ ഗോബി 65ൻ്റെ കൂടെയാണ്. അപ്പം അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കിയത്. വീഡിയോ പക്ഷേ ഇപ്പോഴാണ് ഇടുന്നതെന്നുള്ളൂ. അപ്പോൾ ആ ഒരു റെസിപ്പി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയാണ് ഗോബി 65 ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് പോയി കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങ ഒരുപാട് ഫ്രൈ ചെയ്ത് കളയരുത്, ഒരുപാട് റെഡ് കളറൊന്നും വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പേ നമ്മൾ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങയുടെ കളറൊക്കെ മാറി വരാറായ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് വെച്ചിരിക്കുന്നത് ഉപ്പിട്ടാണ് ഞാൻ ചോറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറിനും കൂടെ വേണ്ട ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടൊരു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു ബൗൾ ചോറെന്ന് പറഞ്ഞത് ഏകദേശം 1 ഗ്ലാസ് അരിയുടെ ചോറാണ്. ഇതെന്ന് പറഞ്ഞാൽ 2-3 പേർക്ക് മാക്സിമം സെർവ് ചെയ്യാവുന്ന അത്രയും ചോറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടാതെയുള്ള ചോറാണെങ്കിലാണ് കോക്കനട്ട് റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ലതായിട്ടും കിട്ടുള്ളൂ. അല്ല കുഴഞ്ഞ റൈസൊക്കെ ആണെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ നമ്മുടെ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാനുള്ള പണി. വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ചോറെടുത്തിട്ട് അരമുറി തേങ്ങയൊക്കെ ഇടുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു 2 പേർക്കുള്ള ചോറിനകത്തൊക്കെ ആണെങ്കിൽ ഒരു മുറി തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ തേങ്ങ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കോക്കനട്ട് റൈസ് റെഡിയായി. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ കോക്കനട്ട് റൈസ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.